ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. 10ാം ക്ലാസ്സിലെ കെമിസ്ട്രിയിലെ സെക്കൻഡ് വോളിയം ടെക്സ്റ്റ് ബുക്കിലുള്ള 7ാമത്തെ ലെസണായിട്ടുള്ള സം കോമ്പൗണ്ട്സ് ഓഫ് ഇൻഡസ്ട്രിയൽ ഇമ്പോർട്ടൻസ് അതിലുള്ള പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ടുള്ള അമോണിയയുടെ പ്രിപ്പറേഷനെക്കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ അമോണിയയുടെ ലബോറട്ടറി പ്രിപ്പറേഷൻ അത് നമുക്ക് കാണാൻ സാധിക്കും. അമോണിയയുടെ ലബോറട്ടറി പ്രിപ്പറേഷൻ അതിനുവേണ്ട റിയാക്റ്റൻസിൻ്റെ പേരുകൾ നമുക്കറിയാം. അമോണിയം ക്ലോറൈഡ് ആൻഡ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. ഈ രണ്ട് റിയാക്റ്റൻസും ചൂടാക്കി കഴിയുമ്പോഴാണ് നമുക്ക് അമോണിയ ഉണ്ടായി വരുന്നത്. ഈ ചിത്രത്തിൽ നിന്നും പ്രധാനമായിട്ട് 3 ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദ റിയാക്റ്റൻസ് യൂസ്ഡ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് അമോണിയ? അത് നമ്മൾ പറഞ്ഞു, അമോണിയം ക്ലോറൈഡ് ആൻഡ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഇതാണ്. പിന്നീട് ഇവിടെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ്, വൈ വി യൂസ് ദ ഡ്രൈയിങ് ടവർ? ദിസ് ഈസ് ദ ഡ്രൈയിങ് ടവർ ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് അമോണിയ. അമോണിയ പ്രിപ്പയർ ചെയ്യുമ്പം എന്തിനാണ് ഡ്രൈയിങ് ടവർ യൂസ് ചെയ്യുന്നത്? ഡ്രൈയിങ് ടവറിൽ നമ്മൾ CaO എന്ന് പറയുന്ന ഒരു ഡ്രൈയിങ് ഏജൻറ്റും യൂസ് ചെയ്യുന്നുണ്ട്. കാൽഷ്യം ഓക്സൈഡാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രൈയിങ് ഏജൻറ്റ്. എന്തിനാണ് ഇങ്ങനെ ഒരു സംഗതി ഇവിടെ വെച്ചിരിക്കുന്നത്? ഇതൊരു ക്വസ്റ്റ്യനാണ്, എക്സാമിന് ചോദിക്കാറുള്ളതാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ആൻസർ ഇവിടെ തന്നെ ടെക്സ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. വെൻ അമോണിയ ഈസ് പാസ്ഡ് ത്രൂ ക്യുക്ലൈം, അതായത് CaOയുടെ പേരാണ് ക്യുക്ലൈം. അപ്പോൾ അമോണിയ ക്യുക്ലൈമിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് മോയ്സ്ചർ കണ്ടെയ്ൻഡ് ഇൻ ഇറ്റ് ഈസ് റിമൂവ്ഡ്. അമോണിയ ഉണ്ടാവുന്ന സമയത്ത് അതിൽ മോയ്സ്ചർ അടങ്ങിയിട്ടുണ്ടാവും. ആ മോയ്സ്ചർ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്യുക്ലൈമിലൂടെ അതിനെ പാസ് ചെയ്യുന്നത്. CaO എന്ന് പറയുന്ന കാൽഷ്യം ഓക്സൈഡ് ക്യുക്ലൈം എന്നൊക്കെ അറിയപ്പെടുന്നതിലൂടെ പാസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അതിലടങ്ങിയിരിക്കുന്ന മോയ്സ്ചറിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഡ്രൈയിങ് ടവർ ഈസ് യൂസ്ഡ് ഇൻ ദ പിക്ചർ. അതാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ അത് ഈ പിക്ചറിന് ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യനാണ്. വേറൊരു ചോദ്യം ഇതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത്, ദ ജാർ യൂസ്ഡ് ഫോർ കളക്റ്റിംഗ് അമോണിയ ഈസ് കെപ്റ്റ് ഇൻവേർട്ടഡ്. അതിൻ്റെ കാരണം എക്സാമിന് ചോദിക്കാറുണ്ട്. അതായത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഈ ഗ്യാസ് ജാറ് ഇൻവേർട്ടഡ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. അമോണിയ കളക്ട് ചെയ്യുന്ന ഗ്യാസ് ജാർ തല കീഴായാണ് വെച്ചിരിക്കുന്നത്. എന്തിനാണ് അമോണിയ കളക്ട് ചെയ്യാനുള്ള ഗ്യാസ് ജാർ ഇൻവേർട്ടഡ് ആയിട്ട് വെക്കുന്നത് എന്നാണ് വേറെ ഇവിടെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ, ദ ഡെൻസിറ്റി ഓഫ് അമോണിയ ഈസ് ലെസ്സർ ദാൻ എയർ. അമോണിയയുടെ ഡെൻസിറ്റി എയറിനേക്കാൾ കുറവാണ്. അപ്പോൾ അത് തുറന്ന് വെച്ചിരുന്നാൽ ഇറ്റ് വിൽ എസ്കേപ്പ് ടു ദി അറ്റ്മോസ്ഫിയർ, അല്ലേ? നമുക്കത് കളക്ട് ചെയ്യാൻ കഴിയൂല. അപ്പോൾ അത് നല്ല രീതിയിൽ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻവേർട്ടഡ് ഗ്യാസ് ജാറിൽ അമോണിയ കളക്ഷൻ നടത്തുന്നത്. അതാണ് ഈ ചിത്രത്തിൽ നിന്നും വരാൻ ചാൻസ് ഉള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്. ഇനി ഇവിടെ ഈ ഡാഷിൽ നമുക്ക് ഫില്ലപ്പ് ചെയ്യാൻ അമോണിയം ക്ലോറൈഡും കാൽഷ്യം ഹൈഡ്രോക്സൈഡും മിക്സ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്ട്സ്, ഒന്നാമതായിട്ടുള്ള പ്രോഡക്ട്സ് ഏതാണ്? അമോണിയ തന്നെയാണ്, അല്ലേ? NH3 ആണ് ഇവിടെ ലഭിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രോഡക്റ്റ്. ഫസ്റ്റ് ഡാഷിൽ നമുക്ക് NH3 എഴുതാം. ഇനി രണ്ടാമതായിട്ട് നമുക്ക് ലഭിക്കുക കാൽഷ്യം ക്ലോറൈഡാണ്. അടുത്തതായിട്ട് നമുക്കിവിടെ ലഭിക്കാൻ ചാൻസ് ഉള്ളത് വാട്ടറാണ്. ഈ 3 കാര്യങ്ങളാണ് നമുക്ക് ഈ ഡാഷിൽ ഫില്ലപ്പ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇത്രയുമാണ് അമോണിയയുടെ ലബോറട്ടറി പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ്. താങ്ക് യു.